ഒന്നും അറിയാണ്ട അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ വെക്കും എന്നുള്ള കോൺഫിഡന്റിൽ നമ്മൾ ചെയ്താൽ പൊട്ടി പാളീസായി പോകുള്ളൂ. അതിന്റെ ബേസിക് തൊട്ട് അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നുണ്ട് ഈ മൂവാരീസിൽ. എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ഈ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു 50 കിലോ 100 കിലോ വരെ വെക്കാം എന്നുള്ളൊരു കോൺഫിഡന്റ് ഉണ്ട് എനിക്ക്. പേര് നിവിൻ, തൃശ്ശൂരാണ്. മുമ്പ് ഹെൽപ്പറൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അത് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹെൽപ്പറായിട്ടാണ് കയറിയത്. ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട്സ് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിന്നത് ഇങ്ങനെ ഈ പണി പഠിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റ് കയറി ഹെൽപ്പറായിട്ട് നിന്നിട്ടുണ്ട് 6 മാസം. മാനേജർ എന്താ അങ്ങനെ എന്തോ കേട്ടല്ലോ. അക്കൗണ്ട്സിൽ റൗണ്ട് ഗ്ലോബൽ ലൈനർ. എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്? പിന്നെ വർക്ക് ചെയ്തിട്ട് ആഫ്രിക്കയിലും വർക്ക് ചെയ്തിട്ടുണ്ട് മാനേജറായിട്ട്. പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്, തൃശ്ശൂർ തന്നെ. തൃശ്ശൂര് റൗണ്ട് ഗ്ലോബൽ ലൈനർ. അവിടെ എങ്ങനെയുണ്ട് കച്ചവടം? അവിടെ കുഴപ്പമില്ല, നല്ല സെയിലായിരുന്നു. പിന്നെ മാനേജ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് മാറുമ്പോൾ അതിന്റേതായ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ മാനേജ്മെന്റ് മാറുന്നത്? എന്താ അതിന്റെ കാരണം എന്ന് പറയാമോ? സെയിൽ കുറയുമ്പോൾ ഒരു മാനേജ്മെന്റിനെ മാറ്റും, മൊത്തത്തിൽ മാറ്റും. എത്ര മാസത്തില്? ഒരു വർഷത്തിനുള്ളിലൊക്കെ 2-3 പേര് മാറിയിട്ടുണ്ട്. അതിന്റെ ഓണേഴ്സ് അവിടെ ഉണ്ടാവില്ല. അയാൾക്ക് വല്ല പണി അറിയോ? ആൾക്ക് റിയൽ എസ്റ്റേറ്റ് ആണ്. ആള് ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ അറിയുന്ന ആളാണോ? അല്ല. നിങ്ങൾക്ക് ബിരിയാണി പഠിക്കണം, അല്ലെങ്കിൽ കുറെ ആളുകൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഷെഫ് ബുഹാരിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ കാരണം? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടാണ്. അപ്പൊ അതിൽ കണ്ടപ്പോ എൻട്രി കിച്ചൺ കണ്ടു. ഇപ്പോ 10-20 ദിവസത്തിനുള്ളിൽ നമ്മളെ ബേസിക് പഠിപ്പിച്ച് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാന്നുള്ള ഒരു കോഴ്സ് കണ്ടു. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിൽ വല്ല സത്യം ഉണ്ടോ? എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ ഈ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു 50 കിലോ 100 കിലോ വരെ വെക്കാം എന്നുള്ളൊരു കോൺഫിഡന്റ് ഉണ്ട് എനിക്ക്. ഇന്ന് പഠിച്ചിട്ടുള്ള ബിരിയാണി അത് 3-4 ടൈപ്പ്, പിന്നെ മന്തി, മസൂർ ബിരിയാണി, പിന്നെ ഹൈദരാബാദി, പിന്നെ സുൽത്താൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി. സ്വന്തമായിട്ട് കട തുടങ്ങാനുള്ള പഠിപ്പായിട്ടുണ്ടോ? അതെ, സ്വന്തമായിട്ട് കട തുടങ്ങാനുള്ള ഒരു കാപ്പബിലിറ്റി ആയെന്നാണ് എന്റെ ഒരു കോൺഫിഡന്റ്. പിന്നെ ഷെഫ് ഉള്ളിടത്തോളം കാലം എനിക്ക് പേടിയില്ല. ഏജ് ലിമിറ്റ് പറയുന്നില്ല, അത് ഷെഫും പറയുന്നില്ല, അവരെ ഓഫീസിലും പറയുന്നില്ല. ഇതിലെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 5 ഡേയ്സിൽ തന്നെ പഠിച്ചെടുക്കാം. ബാക്കി 5 ഡേയ്സ് പ്രാക്ടീസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു 99% നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡന്റ് തന്നെ വരും. ഓക്കെ, ഈ ജോലിക്കാരനാവലും ബിസിനസ്സുകാരനാവലും തമ്മില് ഷെഫ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതൊന്നും നിങ്ങൾക്ക് തോന്നിയ, നിങ്ങൾ ഉണർത്തിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഓർമ്മയിൽ? എനിക്ക് പൊതുവെ സ്വന്തമായിട്ട് ചെയ്യാനാണ് താല്പര്യം. ഞാനവിടെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരിക്കലും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഷെഫ് പറഞ്ഞു, കുറെ അഡ്വൈസ് തന്നു, വേണമെങ്കിൽ നിനക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഷോർട്ട് കട്ടുകൾ പറഞ്ഞു തന്നു. പക്ഷെ എന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചെയ്ത് അതിൽ നിന്ന് നല്ലൊരു പേര് വരണം എന്നാണ്. നിങ്ങളുടെ ഫാമിലി, വൈഫ്, ഇവർക്കൊക്കെ ഇത് ഇഷ്ടമാണോ? അല്ല അവരൊക്കെ എതിരാണോ ഇതിൽ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പൊതുവെ അത്യാവശ്യം ഒരു 50-60% ഒക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ബിരിയാണി വെക്കുമ്പോ അതിലൊരു പെർഫെക്ഷൻ വരാറില്ല. എത്ര വെച്ചാലും ബാക്കി മീൽസ് അടിക്കും, എല്ലാം ചെയ്യും ഞാൻ. പക്ഷെ ബിരിയാണി വെക്കുമ്പോ അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്. അത് എന്റെ കുറവുകൾ ഞാൻ എന്താന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ കാര്യങ്ങൾ ഇവിടെ 100%-120% കിട്ടുന്നുണ്ട്. അത് വേറെ യൂട്യൂബിലോ മറ്റെവിടെയെങ്കിലും കിട്ടിയിരുന്നു? ഞാൻ യൂട്യൂബിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ കുക്കിംഗ് സ്കിൽസിൽ കൂടുതലും സേവ് ആയി കിടക്കുന്നത് ബിരിയാണിയാണ്. പക്ഷെ അതിൽ നോക്കി ഉണ്ടാക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ വ്യത്യാസം, വേറെ ഏതോ രീതിയിലായി പോകും. പക്ഷെ അതേ അവര് പറഞ്ഞ അളവ് എല്ലാം സെയിം ആണ്. പക്ഷെ അവര് അരിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിലിടുന്ന മസാലയുടെ അളവൊന്നും പറയില്ല. അവര് ജസ്റ്റ് ഇത്ര പറഞ്ഞു പോവുള്ളൂ. പക്ഷെ ഉണ്ടാക്കി വരുമ്പോ ടെക്സ്ചറൊക്കെ അതുപോലെ തന്നെ കിട്ടും. പിക്ചർ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഉണ്ടാക്കിയപ്പോ എനിക്കിപ്പോ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ട്. ഹോട്ടലാക്ക് പൊതുവേ ഇത് 100% അവർക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ് ആണത്. കാരണം ഇതിൽ ഫ്രൈഡ് ഓനിയൻ ആയാലും ഇതിന്റെ മസാല ആണെങ്കിലും ഒന്നാമത് നമ്മുടെ സമയം സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഗ്യാസ്, ഓയില് എല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്റ്റിലാണ് ഇവരുടെ മസാല രൂപീകരിച്ചിട്ടുള്ളത്. താമസിക്കാനുള്ള സൗകര്യം നല്ലൊരു വീടാണ് തന്നിട്ടുള്ളത്. നമുക്ക് വേറൊരു പ്രശ്നങ്ങളും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അതുപോലെ ഭക്ഷണങ്ങളാണെങ്കിലും നമുക്ക് സമയത്തിന് ഭക്ഷണം, ഞങ്ങള് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഫുഡ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനും നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പിന്നെ റെസ്റ്റോറന്റിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഒരാള് ഒരു ഷെഫ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ ഈ പ്രസ്ഥാനം ഒറ്റയ്ക്ക് നടത്തണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് എത്ര കാലം പിടിക്കും? അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടം വരും? ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചെയ്യണമെങ്കിൽ ഒരു 5 വർഷമായാലും പിടിക്കും എന്റെ അറിവില്.
ഞാൻ ഇതിന്റെ ഒത്തിരി വർഷം അതിന്റെ പിന്നാലെ നടക്കുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും ഏത് മസാല ഇട്ടാലാണ് ഈ ഫ്ലേവർ എന്നുള്ളത് ഞാൻ അങ്ങനെ നോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ഷെഫ് എന്ന് വെച്ചാല് പൊതുവെ അതിനെ കുറിച്ച് കൂടുതൽ ഡോക്ടറേറ്റ് എടുത്ത് തന്നെ പറയാം ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അത്രയും പെർഫെക്ഷൻ ആണ് ആളുടെ ഓരോരോ ടിപ്സും കാര്യങ്ങളും. മന്തി ഇത്രയും സിമ്പിളാന്ന് അറിഞ്ഞിട്ടില്ല. കാരണം പൊതുവെ മന്തി എന്ന് പറയുമ്പോൾ വലിയൊരു ചെമ്പും അതുപോലെ അതിന് കുറെ ടൈം എടുക്കും എന്നൊക്കെയാണ് എന്റെ പ്ലാൻ. അത് ഈവൻ ബിരിയാണി ആണെങ്കിലും ശരി. ഇപ്പൊ നമുക്കൊരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 20 കിലോ അല്ലെങ്കിൽ 50 കിലോ നമുക്ക് എക്സ്പ്രസ് ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺഫിഡന്റ് ആയി. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു ഓർഡർ വന്നപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് അതില് ഫുള്ളി നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഒരു ഹോട്ടലിൽ അപ്ലൈ ചെയ്യാൻ എത്ര പണിക്കാരെ വരെ കുറയ്ക്കാം? ഷെഫ് ബുഹാരിയുടെ മെത്തേഡിലാണെങ്കിൽ ഒരാൾ മതി. കാരണം ഒരുപാട് ആൾക്കാരെ ആവശ്യമില്ല. ഒരാളെ കൊണ്ട് ചെയ്യാന്നുള്ള പണിയുള്ളൂ. പിന്നെ കുറെ കണക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നല്ലോ. അപ്പൊ ഒരാൾക്ക് ഈ ചെറിയ ബിരിയാണി കട ചെയ്താല് എത്ര രൂപ സമ്പാദിക്കാന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു? അതിനെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ? ഒരു ദിവസം നമുക്കൊരു 3000-5000 വരെ നമുക്ക് സമ്പാദിക്കാം ബിരിയാണി സെയിൽ ചെയ്യുകയാണെങ്കിൽ, കച്ചവടം ചെയ്യുകയാണെങ്കിൽ. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ബോധ്യപ്പെട്ടോ അല്ലേ? ബോധ്യപ്പെട്ടു. കാരണം അതിലുള്ള മെയിൻലി അതിന്റെ മസാല കൂട്ട് തന്നെയാണ്. കാരണം അതിലാണ് നമുക്ക് കൂടുതൽ ടൈം, അതുപോലെ നമ്മുടെ ഓയില് ടു സെറ്റ്. കാരണം നമ്മുടെ ചെലവ് കുറയ്ക്കുന്നത് മസാല തന്നെയാണ്. ആ മസാല നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. മസാല ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. പല ഹോട്ടലുകളും പരാജയപ്പെടുന്നൊക്കെ ഉണ്ടല്ലോ. നിങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് അതിന് മറ്റുള്ള ഹോട്ടലുകാർക്ക് ഉപദേശിക്കാനുള്ളത്? പല ഹോട്ടലും പൊട്ടുന്നതിന്റെ ചില കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ? മെയിൻലി നമ്മള് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഷെഫിന്റെ ക്ലാസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് അതിന്റെ സ്ട്രാറ്റജിയാണ്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം, അതെങ്ങനെയാന്നുള്ളത് ഷെഫ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ടിപ്സ് മേ ബി മറ്റുള്ള റെസ്റ്റോറന്റുകൾക്കൊന്നും അറിയില്ല. അവര് ചുമ്മാ പൈസ ഇറക്കുന്നു, നഷ്ടത്തിലാവുന്നു. സെയിൽ എങ്ങനെ കൂട്ടണം, എന്തൊക്കെ കുറയ്ക്കണം, ഒന്നും മറ്റുള്ള ഹോട്ടലിനെ സംബന്ധിച്ച് അവർക്ക് അറിയില്ലായിരിക്കാം. ഓർഗാനിക് ആയിട്ട് അറിയില്ല. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരു 90% നമുക്ക് ചെലവ് ചുരുക്കി ചെയ്യാന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാർ ഇതിന് ചെയ്യുകയാണെങ്കിൽ, ബിരിയാണിയുടെ ഇത് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ഗുണം എന്താ വെച്ചാല് ചെലവ് ചുരുക്കി നമുക്കൊരു ബിരിയാണി കട തുടങ്ങിയാൽ മിനിമം 3000-5000 വരെ നമുക്കൊരു ദിവസം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, എല്ലാ ചെലവും കഴിഞ്ഞതിന് ശേഷം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാണോ? എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതിന്റെ കണക്കുകളൊക്കെ പഠിച്ചോ? കണക്കുകളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തിയ ഷെഫ് തന്നെയാണ്. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. കാരണം പൊതുവെ ഇതിന്റെ ഇപ്പോ ഷെഫ് ബുഹാരി തുടങ്ങിയതിന് ശേഷം ഇപ്പൊ പല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ ഇത്രത്തോളം പെർഫെക്റ്റ് ആവുന്നുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷെഫ് ബുഹാരി അടുത്ത് തന്നെ വന്ന് പഠിക്കണമെന്നാണ്. ലൈഫിനെ മാറ്റിമറിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. എനിക്ക് ഫുള്ളി കോൺഫിഡന്റ് ആണ് ഇപ്പൊ ബിരിയാണി ചെയ്യാം എന്നുള്ളത്. മറ്റുള്ള സ്ഥലത്ത് നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് കയറിയപ്പോ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളും ഇവിടെ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്താണ് എന്നുള്ളതൊന്ന് വിശദമായി പറയാമോ? അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആകാശം ഭൂമിയുടെ വ്യത്യാസമുണ്ട്. കാരണം അതിൽ നമുക്ക് ഒരിക്കലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും പറഞ്ഞു തരില്ല. കാരണം പറഞ്ഞതിന്റെ കാര്യമില്ല. പിന്നെ ഞാൻ എന്റേതായ സ്കില്ല് വെച്ചിട്ട് ഞാൻ നോക്കി കണ്ടും പഠിച്ചതുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോ അതിന്റെ ബേസിക് ചില കാര്യങ്ങളുണ്ട്, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ വന്നേ പിന്നെ എനിക്ക് അറിയാൻ സാധിച്ചു. ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്ന ആള് പഠിക്കേണ്ടതുണ്ടോ? പഠിക്കേണ്ടതുണ്ട്. കാരണം ഒന്നും അറിയാണ്ട അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ വെക്കും എന്നുള്ള കോൺഫിഡന്റില് നമ്മൾ ചെയ്താൽ പൊട്ടിപ്പാളീസായി പോകുള്ളൂ. അതിന്റെ ബേസിക് തൊട്ട് അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ നമ്മളെ പഠിപ്പിച്ചു വിടുന്നുണ്ട് ഈ ബുഹാരീസിൽ. പിന്നെ ബുഹാരീസ് നിങ്ങൾക്ക് മസാല പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനാന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇവിടെ പഠിപ്പിക്കുന്ന മസാലയുടെ രീതിയും അതെന്താ നിങ്ങൾക്ക് തോന്നിയത്? അതിലെന്താ മനസ്സിലാക്കാൻ പറ്റിയത്? മസാലയില് നമുക്ക് അതിന്റെ ബേസിക് ആയിട്ട് അതില് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചേർക്കണില്ല. എല്ലാം നമ്മുടെ ബിരിയാണിക്ക് ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിന്റെയും കൂടി ഒരു മിശ്രിതമാണ് ചേർക്കുന്നത്. പിന്നെ അത് ആളുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അത് ബിസിനസ് ചെയ്യാൻ 100% നമുക്ക് ഷുവർട്ടി ആണ് അത്, ആ ഒരു മസാല കിറ്റ്. നിങ്ങൾ വേറെ പുറത്തുനിന്ന് ബിരിയാണി അടുത്ത് കഴിക്കുകയും ഇവിടുന്ന് കഴിക്കുകയും ചെയ്തു. ആ അനുഭവങ്ങളും ഈ അനുഭവങ്ങളും ഒന്ന് വിശദമായി പറയാമോ? അപ്പൊ ഞാനും ഷെഫും കൂടിയിട്ട് നെത്തിക്കൽ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട്. എവിടെ? പെരിന്തൽമണ്ണയില്. അപ്പൊ അവിടെ പോയി നല്ല അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു ശരി ട്രൈ ചെയ്യാന്നുള്ള ഇതിൽ പോയി. അങ്ങനെ ബിരിയാണി കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു 1 hour മാക്സിമം. അതിനുശേഷം ദാഹം തുടങ്ങി.
നിർത്താതെ ദാഹം. ഞാൻ പെപ്സി കഴിക്കാത്തതാണ്, പക്ഷെ എനിക്ക് നിവൃത്തികൾ കൊണ്ട് പെപ്സി വരെ കുടിക്കേണ്ടി വന്നു. എന്നിട്ട് തീരുന്നില്ല. പിന്നീട് എനിക്ക് ലൂസ് മോഷൻ ഉണ്ടായി സെയിം ഡെയിലി നൈറ്റില്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നാൽ കുഹാരീസിന്റെ മസാല കഴിച്ച് ഞാൻ ഒരാഴ്ച കണ്ടിന്യൂസ് കഴിച്ചിട്ടും എനിക്ക് യാതൊരു തരത്തിലും ലൂസ് മോഷനോ അല്ലെങ്കിൽ ദാഹോ കാര്യങ്ങളോ ഉണ്ടല്ല. നമ്മൾ ശരിക്കും ഒരു മീൽസ് കഴിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. വേറെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അവിടുന്ന് മറ്റുള്ളവരും ബിരിയാണി കഴിച്ചല്ലോ, ആ. അവർക്കുണ്ടായ അനുഭവം എന്തായിരുന്നു? അവർക്കും സെയിം അനുഭവം തന്നെയാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ എല്ലാവർക്കും ഇതേ സെയിം തന്നെ, ലൂസ് മോഷനും അതുപോലെ ദാഹവും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കുള്ള അതേ സെയിം ആണ്. ഒരു മസാല ഉപയോഗിച്ച് വ്യത്യസ്ത ബിരിയാണികൾ ചെയ്യുന്നുണ്ടല്ലോ, ഉം. അപ്പോ അതിൽ നിന്നുണ്ടായ അനുഭവങ്ങളൊന്ന് പറയാമോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് ആണ്. അത് ഫുഡിൽ ഉണ്ടാക്കുന്ന ഒരു മാജിക് ആണ്. കാരണം ഒരേ മസാല വെച്ചിട്ട് തന്നെ ഇത്രയും വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞൊരു മാജിക് ആണ്. അത് ഇവിടെ വന്നേ പിന്നെ എനിക്ക് അറിയാൻ പറ്റി. മെയിൻ ആയിട്ട് ആളുടെ അത് സ്റ്റുഡൻസിനോടുള്ള ഒരു പെരുമാറ്റം. കാരണം നമുക്ക് എത്ര ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്ന പോലെ അല്ല ചോദിച്ച് ആൾ അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതുകൊണ്ട് നമുക്ക് ഫ്രാങ്ക്ലായിട്ട് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആളുടെ മസാലകൾ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു മുതൽക്കൂട്ട് എന്ന് തന്നെ പറയാം. കാരണം അത്രയും നല്ലൊരു മസാലയാണ്. ഡെയിലി ഒരു മാസം അടുപ്പിച്ച് കഴിച്ചാലും വയറിനോ അല്ലെങ്കിൽ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ഈവൻ കുട്ടികൾക്ക് വരെ ഡെയിലി കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ആ മസാല കൂട്ടാണ് തയ്യാറായിട്ടുള്ളത്. അധികം സ്പൈസി അല്ല, അന്ന് അധികം എല്ലാം ഈക്വൽ ആയിട്ടുള്ളതാണ് അതിന്റെ മസാല ചേർത്തിട്ടുള്ളത്. വെച്ച് കറികൾ വെച്ച് കഴിച്ചപ്പോഴും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ഇതായിട്ട് ഒരു ബന്ധമില്ല. വെജിറ്റബിൾ കറി വെച്ചപ്പോൾ അത് അതിന്റേതായ ടേസ്റ്റിലേക്ക് ഫോർമാറ്റിലേക്ക് മാറിപ്പോയി. അത് തന്നെ അത്ഭുതപ്പെടുത്തി. കാരണം പൊതുവെ ബിരിയാണി മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാല നമ്മൾ വേറെ ഇതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ കയറി വരാറുണ്ട്. പക്ഷെ ഇതില് യാതൊരു ഫ്ലേവറും കയറുന്നില്ല. എന്നാൽ സെയിം മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുട്ടക്കറി ആണെങ്കിലും അതിലേക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. വെജ് കുറുമയിലും ഈ മസാല ഉപയോഗിക്കുന്നുണ്ട്. ഈ മസാല തന്നെയാണ് സുൽത്താൻ ബിരിയാണിയിലും എല്ലാ ബിരിയാണിയിലും ഉപയോഗിക്കുന്നത്. അപ്പോ അങ്ങോട്ടും ഇട്ടൊരു വ്യത്യാസമായിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും സെയിം ആയിട്ട് തോന്നിയിട്ടില്ല. അരികളെ കുറിച്ച് എനിക്ക് ഒരു അറിയണം. ആകെ എനിക്ക് അറിയുന്നത് കോലം റൈസ്, ജീരകശാല റൈസ്, പിന്നെ റോസ് ബ്രാൻഡ്, ഇതൊക്കെയാണ് നാട്ടിൽ പൊതുവെ സുലഭമായിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വേവും അതുപോലെ അതിന്റെ ക്വാളിറ്റി, അതിന്റെ സ്വഭാവങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെഫ് പറഞ്ഞു തന്നു. കൊടുത്തിട്ടുള്ള നമ്മള് ഫീസ് വെച്ച് നോക്കുമ്പോൾ, നമുക്ക് തന്നിട്ടുള്ള അറിവും വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. കാരണം ഫീസാണോ കുറവ്, അറിവാണോ കുറവ്? ഫീസാണ് കുറവ്. അറിവ് നമുക്ക് അതിനും കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഞാനിപ്പം ഇവിടെ വന്ന് ഞാനൊരു 2-ാം ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്റെ ഈ ഒരു ബിസിനസ് സംരംഭം നല്ല രീതിയിൽ പോവാണെങ്കിൽ ഷെഫിന് എന്റേതായ ഒരു രീതിയിൽ ഞാനൊരു എമൗണ്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ വേളയിൽ ഞാൻ പറയാൻ. ശരി. ഇനിയിപ്പോ എവിടെയാണ് നിങ്ങൾ പ്രസ്ഥാനം തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് പൂനെയിലാണ്. പൂനെയില് ഫാത്തിമ നഗർ. നിക്ക് പോകാൻ പറ്റേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിക്കണം.